കാർഷിക വാർത്തകൾ. ഏഷ്യൻ റബ്ബർ വിപണിക്ക് വീണ്ടും കാലിടറുന്നു. ആഭ്യന്തര വാങ്ങലുകാരുടെ പിന്തുണയിൽ ഏലം കരുത്ത് നിലനിർത്തി. വില ഇടിച്ചിട്ടും പിടിവിടാതെ കുരുമുളക്. റബ്ബർ അവധി വ്യാപാരത്തിൽ വ്യവസായികളും നിക്ഷേപകരും വാങ്ങൽ താൽപര്യം കുറച്ചത് കയറ്റുമതി രാജ്യങ്ങളിൽ ആശങ്ക ഉളവാക്കുന്നു. പ്രമുഖ അവധി വ്യാപാര കേന്ദ്രമായ ഒസാക്ക എക്സ്ചേഞ്ചിൽ റബ്ബർ സാങ്കേതികമായി ദുർബലാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ഇത് മുൻനിർത്തി ഊഹക്കച്ചവടക്കാർ വിൽപ്പനയ്ക്ക് കാണിച്ച തിടുക്കം ജപ്പാനിൽ മാത്രമല്ല ചൈന, സിംഗപ്പൂർ മാർക്കറ്റുകളെയും ബാധിച്ചു. ഇതോടെ കയറ്റുമതി വിപണിയായ ബാങ്കോക്കിൽ റബ്ബർ വില ക്വിന്റലിന് 20,330 രൂപയിൽ നിന്നും 19,906 ഇടിഞ്ഞു. വിദേശത്തെ തളർച്ച കണ്ട് കൊച്ചി വിപണിയിൽ 4ാം ഗ്രേഡിന് 100 രൂപ കുറഞ്ഞ് 18,900 രൂപയായി. കയറ്റുമതി മേഖലയിൽ നിന്നും ആഭ്യന്തര വാങ്ങലുകാരിൽ നിന്നും ശക്തമായ പിന്തുണയിൽ ഏലം കരുത്തു നിലനിർത്തി. വരവ് കുറഞ്ഞെങ്കിലും അതിനനുസൃതമായി വില മുന്നേറിയില്ല. ആകെ 13,052 കിലോ ഏലക്ക ലേലത്തിലിറങ്ങിയതിൽ 12,722 കിലോയും ഇടപാടുകാർ മത്സരിച്ച് വാങ്ങി. ശരാശരി ഇനങ്ങൾ 3,099 രൂപയിലും മികച്ച ഇനങ്ങൾ 3,366 രൂപയിലും കൈമാറി. വില ഇടിച്ചാൽ കുരുമുളക് സംഭരണം നടക്കില്ലെന്ന് വ്യക്തമായതോടെ വാങ്ങലുകാർ വീണ്ടും പിടിമുറുക്കുന്നു. വിളവെടുപ്പിനിടയിൽ താഴ്ന്ന വിലയ്ക്ക് മുളക് ശേഖരിക്കാമെന്ന നിഗമനത്തിലായിരുന്നു ഒരു വിഭാഗം വാങ്ങലുകാർ. ഉൽപാദനം കുറഞ്ഞതിനാൽ കർഷകർ ചരക്ക് നീക്കം നിയന്ത്രിക്കുന്നത് വിലക്കയറ്റത്തിന് അവസരമൊരുക്കാം. രാജ്യാന്തര വിപണിയിൽ മുളക് ശക്തമായ നിലയിലാണ്. വിയറ്റ്നാമിലെ വിലക്കയറ്റം കണ്ട് ഇന്തോനേഷ്യയും ബ്രസീലും ശ്രീലങ്കയും മുളക് വില ഉയർത്തി. കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് ക്വിന്റലിന് 67,600 രൂപയായി കയറി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാർഷിക മന്ത്രാലയം മാർക്കറ്റ് ഇന്റർവെൻഷൻ സ്കീമിന്റെ മാർഗനിർദ്ദേശങ്ങൾ പരിഷ്കരിച്ചു. സ്കീം കൃത്യമായി നടപ്പിലാക്കുന്നതിന് സംസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് നടപടി. വിളകളുടെ സംഭരണ പരിധി 20% നിന്ന് 25% വർദ്ധിപ്പിച്ച മാർക്കറ്റ് ഇന്റർവെൻഷൻ സ്കീമിന്റെ മാർഗനിർദ്ദേശങ്ങൾ കാർഷിക മന്ത്രാലയം പരിഷ്കരിച്ചു. MIS നടപ്പാക്കാൻ സംസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് പരിഷ്കരണം. പ്രധാനമന്ത്രി അന്നദാത ആയ് സംരക്ഷൺ അഭിയാൻ അഥവാ PM ആശാ പദ്ധതിയുടെ ഘടകമാണ് മാർക്കറ്റ് ഇന്റർവെൻഷൻ സ്കീം. കുറഞ്ഞ താങ്ങുവില ബാധകമല്ലാത്തതും സാധാരണ സീസണിലെ നിരക്കുകളെ അപേക്ഷിച്ച് സംസ്ഥാനങ്ങളിലെയോ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയോ വിപണി വിലയിൽ കുറഞ്ഞത് 10% കുറവുണ്ടായിരിക്കുന്നതുമായ ഉൽപ്പന്നങ്ങൾ പദ്ധതി വഴി സംഭരിക്കും. തക്കാളി, ഉള്ളി, ഉരുളക്കിഴങ്ങ് പോലുള്ള വേഗത്തിൽ നശിച്ചുപോകുന്ന വിവിധ കാർഷിക ഹോർട്ടിക്കൾച്ചർ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനുള്ള സർക്കാർ അഭ്യർത്ഥന മാനിച്ചാണ് MIS പരിഷ്കരണം നടപ്പിലാക്കുന്നത്. ഉൽപ്പന്നങ്ങൾ നശിച്ചു പോകുന്നതിനാൽ കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ നിർബന്ധിതരാകുന്നില്ലെന്ന് ഉറപ്പാക്കാനാണ് പദ്ധതി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിലെ ഗോതമ്പ് ഉൽപ്പാദനം 114 ദശലക്ഷം ടണ്ണായി ഉയരുമെന്ന് റിപ്പോർട്ട്. ഈ വർഷത്തെ വിളവെടുപ്പ് ഏപ്രിലിൽ ആരംഭിക്കും. സാധാരണ കാലാവസ്ഥ കണക്കിലെടുത്താലും ഗോതമ്പ് ഉൽപ്പാദനം 114 ദശലക്ഷം ടണ്ണായി പുതിയ ഉയരത്തിലെത്തുമെന്ന് ഭക്ഷ്യമന്ത്രാലയ വൃത്തങ്ങൾ പറഞ്ഞു. പ്രധാന റാബി വിളയായ ഗോതമ്പ് വിതയ്ക്കലിന്റെ അവസാന ഘട്ടം പുരോഗമിക്കുകയാണ്. ഇത് അടുത്തയാഴ്ച വരെ നീണ്ടുനിൽക്കും. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കഴിഞ്ഞയാഴ്ച വരെ 320.54 ലക്ഷം ഹെക്ടറിൽ ഗോതമ്പ് കൃഷി ചെയ്തു. 2022-23 വിളവർഷത്തിൽ ഗോതമ്പ് ഉൽപ്പാദനം 110.55 ദശലക്ഷം ടണ്ണായി പുതിയ ഉയരത്തിലെത്തി. ഈ വർഷം ഗോതമ്പ് കൃഷി ചെയ്യുന്ന മൊത്തം വിസ്തീർണം വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഉൽപ്പാദനം 114 ദശലക്ഷം ടണ്ണാകുമെന്ന് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അശോക് കെ മീന പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഗോതമ്പ് വിള വിസ്തൃതിയും വർദ്ധിച്ചിട്ടുണ്ട്. ഗോതമ്പിന്റെ MSP കഴിഞ്ഞ വർഷത്തേക്കാൾ 7% കൂടുതലായതിനാൽ നിരവധി കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ FCIക്ക് നൽകാൻ തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മീന പറഞ്ഞു. കഴിഞ്ഞ വർഷം FCI 26.2 ദശലക്ഷം ടൺ ഗോതമ്പ് സംഭരിച്ചു. ഇത് വാർഷിക ബഫർ ആവശ്യകതയായ 18.4 ദശലക്ഷം ടണ്ണിനേക്കാൾ കൂടുതലാണ്. ഈ വർഷത്തെ ഗോതമ്പ് ഏപ്രിലിൽ വിളവെടുപ്പിന് തയ്യാറാകും. കർഷകർക്ക് MSP ഉറപ്പാക്കാൻ അരിയും ഗോതമ്പും വാങ്ങുകയും റേഷൻ കടകൾ വഴി 81 കോടി ദരിദ്രർക്ക് സൗജന്യമായി വിതരണം ചെയ്യുകയും ചെയ്യുന്ന കേന്ദ്ര നോഡൽ ഏജൻസിയാണ് FCI. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അന്നദാത കല്യാൺ മിഷനുമായി മധ്യപ്രദേശ് കൃഷി വകുപ്പ് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായാണ് പുതിയ പദ്ധതി. പുതിയ പദ്ധതി അവതരിപ്പിക്കുന്നതിനായി മധ്യപ്രദേശ് കൃഷി വകുപ്പ് യോഗം ചേർന്നു. സർക്കാരിന്റെ ഗ്യാൻ അതായത് ഗരീബ് യുവ, അന്നദാത, നാരി എന്നീ 4 മുൻഗണനകൾക്ക് അനുസൃതമായാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. കർഷകർക്ക് അഭിവൃദ്ധിയും പുരോഗമനപരവുമായ ദൌത്യത്തിനായി കരട് രേഖ തയ്യാറാക്കുകയാണെന്ന് മന്ത്രാലയം അറിയിച്ചു. കൃഷി, ഹോർട്ടിക്കൾച്ചർ, വെറ്റിനറി, ഫിഷറീസ് എന്നീ പ്ലാറ്റ്ഫോമുകൾ സംയോജിപ്പിച്ച് കർഷകർക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കുന്നതിനായി അവയെ ഒരു പൊതു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാനാണ് ലക്ഷ്യമിടുന്നത്.
നേരത്തെ കൃഷക് കല്യാൺ മിഷൻ എന്ന പേര് നൽകിയ പദ്ധതിക്ക് പിന്നീട് അന്നദാത കല്യാൺ മിഷൻ എന്ന പേര് നൽകി. വിവിധ മാർഗങ്ങളിലൂടെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നതാണ് ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം. സുസ്ഥിര കാർഷിക രീതികൾക്കായി ജൈവ കൃഷിയിലേക്ക് തിരികെ പോകാൻ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതും പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു. ഹോർട്ടിക്കൾച്ചർ വിളകൾക്ക് വിപണിയിൽ നല്ല വില ലഭിക്കുന്നതിനാൽ കർഷകരോട് ഹോർട്ടിക്കൾച്ചർ വിളകളിൽ ഊന്നൽ നൽകാനും പ്രോത്സാഹിപ്പിക്കും. കൂടുതൽ വിളവ് നൽകുന്ന വിളകളുടെ തിരഞ്ഞെടുപ്പിന് പദ്ധതി ഊന്നൽ നൽകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കർഷകക്ഷേമ മന്ത്രാലയത്തിന്റെ അഗ്രിനോവേറ്റ് ഇന്ത്യ ലിമിറ്റഡുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച് ജമ്മു കാർഷിക സർവകലാശാല. അത്യാധുനിക കാർഷിക ഗവേഷണം മികവുറ്റതാക്കുന്നതിന് സഹകരണം മുതൽക്കൂട്ടാകും. കർഷകക്ഷേമ മന്ത്രാലയവുമായി ഇത്തരത്തിലുള്ള ആദ്യത്തെ സഹകരണമാണിത്. അത്യാധുനിക കാർഷിക ഗവേഷണം, സാങ്കേതിക നവീകരണം, വാണിജ്യവൽക്കരണം എന്നിവയ്ക്ക് സഹകരണത്തിലൂടെ പ്രോത്സാഹനം ലഭിക്കും. ഇത് ഫലപ്രദമായ ശാസ്ത്രീയ മുന്നേറ്റങ്ങളോടുള്ള സർവകലാശാലയുടെ പ്രതിബദ്ധതയിൽ ഒരു സുപ്രധാന നാഴികക്കല്ലാണെന്ന് സർവകലാശാല വിദഗ്ധൻ അഭിപ്രായപ്പെട്ടു. ഈ പങ്കാളിത്തം ജമ്മു സർവകലാശാലയിലെ അധ്യാപകർക്കും ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും സർവകലാശാലയിൽ വികസിപ്പിച്ച സാങ്കേതിക വിദ്യകൾ വാണിജ്യവൽക്കരിക്കാനും കൈമാറാനും അവസരം നൽകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 190, RSS 5 186, ലാറ്റക്സ് 136, ജാതിക്ക 380, ജാതിപത്രി 2000 മുതൽ 2300 വരെ, ഗ്രാമ്പൂ 920, അടയ്ക്ക 230, കാപ്പിക്കുരു 300, കൊക്കോ പരിപ്പ് 600, കുരുമുളക് ഗാർബിൾ 67,500, കുരുമുളക് അൺഗാർബിൾ 65,500, ഏലക്ക 2,900 മുതൽ 3,000 വരെ, വെളിച്ചെണ്ണ 22,500, കൊപ്ര 17,200, ചുക്ക് 32,500.